UDF അധികാരത്തിൽ വന്ന് ഒരു മാസമായില്ല. അതിനു മുമ്പ് തന്നെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുകയാണ് UDF-ന്റെ സംസ്ഥാന നേതൃത്വം മാത്രമല്ല, ജില്ലാ നേതൃത്വവും തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനോട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം മലപ്പുറം ജില്ലാ UDF കമ്മിറ്റിയുടെ തീരുമാനമാണ്. മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന തീരുമാനം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് UDF യോഗം മലപ്പുറത്ത് ചേർന്നത്. യോഗത്തിലെടുത്ത തീരുമാനമാണ് മലപ്പുറം ജില്ല വിഭജിക്കാനുള്ള നടപടികൾ ആരംഭിക്കണം. എത്രയും പെട്ടെന്ന് നടപടികൾ തുടങ്ങണം. അതിന് സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണം. ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു. UDF-ന്റെ തീരുമാനമാണ്. UDF ഭരണകക്ഷിയാണ്. സ്വാഭാവികമായും ആ തീരുമാനത്തിന് വലിയ വിലയുണ്ടാകും. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ തലത്തിൽ അത് ചർച്ചയാവുകയും ചെയ്യും. UDF-ന്റെ സംസ്ഥാന നേതൃത്വം അക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് തന്നെ KPCC തീരുമാനമെടുക്കണം. ഓരോ ഘടകകക്ഷികളും തീരുമാനമെടുക്കണം. അങ്ങനെ സർക്കാരിലേക്ക് കാര്യങ്ങൾ എത്തുകയും സർക്കാർ അത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യണം. കഴിഞ്ഞ UDF യോഗത്തിന്റെ തീരുമാനം പുറത്തു വന്നിട്ടുണ്ട്. KP അബ്ദുൾ മജീദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തീരുമാനം പുറത്തു വന്നത്. KP അബ്ദുൾ മജീദ് UDF-ന്റെ മലപ്പുറം ജില്ലാ ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇത്രയധികം ജനസംഖ്യയുള്ള ജില്ല, മലപ്പുറം ജില്ലയുടെ രണ്ടറ്റമായ പൊന്നാനിയിൽ നിന്നും നിലമ്പൂർ നിന്നും ജില്ലാ ആസ്ഥാനത്ത് എത്തിപ്പെടാൻ പോലുമുള്ള പ്രയാസം, സർക്കാരിൻ്റെ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും സുഗമമാക്കി ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് ഉറപ്പാക്കാൻ ജില്ലയെ രണ്ടായി വിഭജിക്കണം. രണ്ട് ഭരണാധികാരികൾ ആവശ്യമാണ്. ജില്ലയിലെ ജനങ്ങൾക്ക് ക്ഷേമ വികസന പദ്ധതികൾ സൂക്ഷ്മതയോടെ സുഗമമായി എത്തിക്കാൻ മലപ്പുറം ജില്ല വിഭജിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നാണ് KP അബ്ദുൾ മജീദ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ജില്ലാ ചെയർമാനാണ്, UDF-ന്റെ മലപ്പുറം ജില്ലാ ചെയർമാൻ. അത് സംബന്ധിച്ച് ഏഷ്യാനെറ്റിന് ഒരു കമൻറ്റും നൽകിയിട്ടുണ്ട് അദ്ദേഹം. ഏഷ്യാനെറ്റ് അതേക്കുറിച്ച് വാർത്തയും നൽകിയിട്ടുണ്ട്. വാർത്തയുടെ കാർഡും ഇതോടൊപ്പം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ല വിഭജിക്കണം, UDF ജില്ലാ നേതൃത്വം എന്ന് പറഞ്ഞുകൊണ്ട്. മലപ്പുറം ജില്ല വിഭജിക്കണമോ വേണ്ടയോ എന്നത് സാങ്കേതികമായി ഭരണപരമായി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. സ്വാഭാവികമായും മലപ്പുറം ജില്ലയാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഇത് സംബന്ധിച്ച് ഇതുവരെയും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവർ മാറി നിൽക്കുകയാണ് പിന്നാമ്പുറത്തേക്ക്. കോൺഗ്രസിൻ്റെ നേതാവാണ് UDF-ന്റെ മലപ്പുറം ജില്ലാ ചെയർമാൻ. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ആവശ്യമായിട്ടാണ് ആദ്യം ഇത് പുറത്തു വരികയും ചെയ്യുന്നത്. ജില്ലയുടെ വ്യാപ്തി വളരെ കൂടുതലാണ് എന്നാണ് ജില്ല വിഭജിക്കാൻ ആഗ്രഹിക്കുന്നവർ പറയുന്നത്. ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്താൻ 5 മണിക്കൂറിലേറെ സമയം വേണ്ടിവരുന്നു. പൊതുസേവനങ്ങൾ എല്ലാവർക്കും തുല്യമായി ലഭ്യമാക്കാൻ വിഭജനം ആവശ്യമാണ്. ഇതൊക്കെയാണ് അബ്ദുൾ മജീദ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിഷയത്തെ രാഷ്ട്രീയമോ സാമുദായികമോ ആയോ കണ്ണിലൂടെ കാണരുത്. ആവശ്യം ഉന്നയിക്കുന്നവരാണെന്നോ എതിർക്കുന്നവരാണെന്നോ അല്ല പ്രധാനം. ജനങ്ങൾക്ക് നീതിയും സേവനങ്ങളുടെ തുല്യ വിതരണവും പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് UDF ജില്ലാ നേതൃത്വത്തിൻ്റെ ആവശ്യം. അതാണ് അബ്ദുൾ മജീദ് മാധ്യമങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. ഏകദേശം കേരള ജനസംഖ്യയുടെ 14% വരും മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ. 1/2 കോടിയോളം എത്തിയിട്ടുണ്ട് ഇപ്പോൾ. എന്ന് വെച്ചാൽ ജനനിബിഡമാണ് മലപ്പുറം ജില്ല എന്ന കാര്യത്തിൽ തർക്കമേയില്ല. അതുകൊണ്ട് വിഭജിക്കണമോ വേണ്ടയോ എന്ന് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ഭരണ നേതൃത്വമാണ്. മുസ്ലിം ലീഗ് പരസ്യമായി ഇതുവരെയും അഭിപ്രായം പറഞ്ഞിട്ടില്ല എങ്കിലും സമസ്ത ഉൾപ്പെടെയുള്ള ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള SDPI അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ തന്നെ ആവശ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മലപ്പുറം ജില്ല വിഭജിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് വഴിവെക്കും. സ്വാഭാവികമാണത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയായതുകൊണ്ട് മത വേർതിരിവുകൾ പ്രകടമാവുന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപകടകരമായ നീക്കമായിരിക്കും അത്തരം ചർച്ചകൾ. അതുകൊണ്ട് തന്നെ എല്ലാവരുമായും ചർച്ച ചെയ്ത് മലപ്പുറം ജില്ല മാത്രമല്ല ജനസംഖ്യ കൂടുതലുള്ള മറ്റു ജില്ലകളും വിഭജിക്കേണ്ടതുണ്ടെങ്കിൽ അതും കൂടി പരിഗണിച്ചുകൊണ്ട് പൊതുവായ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇത് ഒരു വർഗീയ ആയുധമാക്കി മാറ്റാൻ ചിലരൊക്കെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അവരുടെ കയ്യിലേക്ക് ഒരു ആയുധം കൊടുക്കലായിരിക്കും ഇത്.